ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒക്കെ പറ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ വാദിക്കുന്ന ഏറ്റവും വലിയ ദുർബലതയെക്കുറിച്ച് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖദ് നസല ബിക്കുമുൽ വഹ്നു, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വഹ്ൻ എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാവാം. സഹാബത്ത് ചോദിച്ചു, നബിയേ മൽ വഹ്നു യാ റസൂലല്ലാഹ്, മൽ വഹ്നു യാ റസൂലല്ലാഹ്. വഹ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ അപഗ്രഥിക്കുന്ന വഹ്ൻ എന്ന് പറയുന്ന മാരക രോഗമാണ് എന്താണെന്ന് ചോദിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ആത്മീയ സദസ്സിനോട് ഞാൻ പങ്കുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹ്ൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ഈ ദുനിയാവിനോടുള്ള അതിരറ്റ ഭ്രമമാണ്, ഈ ദുനിയാവിനോടുള്ള അതിരറ്റ അത്യാഗ്രഹമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭൗതികമായ ലോകത്തിനോടുള്ള അത്യാഗ്രഹവും ആസക്തിയും വർദ്ധിച്ചു വന്നാൽ, എന്നാൽ ഈ ദുനിയാവേദാ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും നശ്വരമാണെന്ന് പറഞ്ഞ ഏത് സമയത്തും അവസാനിക്കുമെന്ന് പറഞ്ഞു പോയാ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിസ്സാരമായി പറഞ്ഞു പോയ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ദുനിയാവിനോടുള്ള അതിരറ്റ ആഡംബരഭ്രമം ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയാൽ, കാസർഗോഡ് ചെറുപ്പക്കാരാ, ഈ അതിരറ്റ ആഡംബരത്തോടുള്ള ഭ്രമമല്ലോ, മറ്റൊരുത്തന്റെ മുമ്പിൽ വലുതാകാനുള്ള ആഗ്രഹമല്ലോ നമ്മുടെ ഹൃദയത്തെ ഇന്ന് മതിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദുനിയാവാരാ മരുഭൂമിയിലൂടെ, മദീനത്തിന്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ചത്തുപുരുത്തു നാറിക്കിടക്കുന്നൊരു നായുടെ ശവശരീരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ, ആരാണ് ഒരു ദീനാർ തന്നിട്ട് ഈ പുരുത്തു കിടക്കുന്ന നായുടെ ശവശരീരം വാങ്ങിക്കുക? അതിന്റെ ദുർഗന്ധമേറ്റു നാസാരന്ധങ്ങളിലേക്ക് ആ പുതുപുടുത്ത ശരീരത്തിന്റെ ദുർഗന്ധം വന്നപ്പോ മൂക്കുപൊത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച മറുപടിയായി സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ജീവനുള്ളപ്പോൾ പോലും ഒരു ദീനാർ വന്ന് ഞങ്ങളിത് വാങ്ങിക്കില്ല, പിന്നെ ചത്തുപൊടുത്തു നാറിക്കിടക്കുന്ന ഈ നായെ ആരാണ് വില കൊടുത്തു വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവരുടെ ഭൗതിക പ്രേമത്തിനോടുള്ള ആഗ്രഹത്തിന് വിരാമമിടാണ് ഒരു ഫിലോസഫറെ പോലെ, ഒരു ചിന്തകനെ പോലെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സഹാബാ, എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദുനിയാവ് ഇതിനേക്കാൾ ദുർഗന്ധമേറിയതാണ്. നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങുന്ന ഏതൊക്കെ വേണ്ടി ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നുവോ ആ ദുനിയാവ് ഇതിനേക്കാൾ അതപ്പതിച്ചതും ദുർഗന്ധമേറിയതുമാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്ന വിവരണം ഏതെന്നറിയോ? ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഹളിറാ, ഈ ദുനിയാവ് പച്ചപിടിച്ച് സസ്യശ്യാമളമായി നിൽക്കുന്ന, കാണുന്ന ആരുടെയും മനസ്സിന് മനോഹരമായി തോന്നുന്നൊരു പദാർത്ഥമാണ് ദുനിയാവ്. ആ ദുനിയാവിൽ നിന്ന് അല്പമെങ്ങാനും അല്ലാഹു നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, സമ്പത്തായി, പണമായി, മക്കളായി, ആ ദുനിയാവിന്റെ ഏറെക്കാലങ്കാരങ്ങൾ നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ, വഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ, ദുനിയാവ് അല്ലാഹു നിങ്ങളുടെ കൈവെള്ളയിൽ തന്നേക്കാ. എന്തിനാ പടച്ചറപ്പ് പണം തന്നത്? എന്തിനാണ് പടച്ചറപ്പ് അധികാരം തന്നത്? എന്തിനാണ് പടച്ചറപ്പ് ദുനിയാവിന് പ്രതാപം തന്നത്? സമയം പരിമിതമായതുകൊണ്ട് അടുത്ത ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ദുനിയാവുമായി ബന്ധപ്പെട്ട് ഈ ഒരേ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ ദുനിയാവിൽ എന്തെങ്കിലും അല്ലാഹു എന്റെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ
ആ ദുനിയാവ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പടച്ചറബ് നോക്കുകയാ. അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് തന്നത്. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരാൾ നമ്മുടെ കയ്യിൽ സാധനം തന്നിട്ട്, അതല്ലെങ്കിൽ നമ്മൾ കടയിലോട്ട് കയറുമ്പോ CCTVയുടെ ക്യാമറ നമ്മളെ നിരീക്ഷിക്കുന്നത് പോലെ ഈ ദുനിയാവ് നമ്മുടെ കൈവെള്ളയിൽ തന്നിട്ട് പടച്ചറപ്പ് നമ്മളെ നിരീക്ഷിക്കുകയാ. ഇന്ന റബ്ബക ലബിർസാദ്. അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാ നമ്മൾ. ഈ ബോധം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. സൗന്ദര്യം ദുനിയാവിൽ അള്ളാഹു തരുന്നതാ. ആ സൗന്ദര്യം തന്നിട്ട് ചെറുപ്പക്കാരെ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. പെങ്ങളെ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. ആ സൗന്ദര്യം കൊണ്ട് നീ ഒരു പുരുഷനെ വഴിപഠിപ്പിക്കുന്നുവോ? ആ സൗന്ദര്യത്തെ നീ മറച്ചു നടക്കുന്നുവോ? ആ സൗന്ദര്യത്തെ നീ അല്ലാഹു പറഞ്ഞവരുടെ മുമ്പിലല്ലാതെ വെളിവാക്കുന്നുവോ? ആ സൗന്ദര്യം കൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനെ വഴിപഠിപ്പിക്കുന്നുവോ? മറ്റൊരു പെണ്ണിനെ വഴിപഠിപ്പിക്കുന്നുവോ? കൈഫ തഅമലൂ. സൗന്ദര്യമെന്ന ദുനിയാവ് തന്നിട്ട് റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. പണം അല്ലാഹു നമുക്ക് ദുനിയാവിൽ തന്നൊരാഡംബരമാണ്. അത് തന്നിട്ട് അല്ലാഹു നമ്മളെ നിരീക്ഷിക്കുകയാ. ആ പണം കണ്ടവൻ ഹറാമ് ചെയ്യുന്നുവോ? ആ പണം കണ്ടവൻ ഗാനമേള നടത്തുന്നുവോ? ആ പണം കണ്ടവൻ സിനിമ കാണുന്നുവോ? ആ പണം കണ്ടവൻ ആഡംബരം കാണിക്കുന്നുവോ? അതല്ല പണം അവൻ പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥകൾക്കും നിരാശ്രയർക്കും നിദ്രാവിഹീനർക്കും അവൻ സദഖ ചെയ്യുന്നുവോ? അവൻ നാട്ടിലെ പള്ളിക്ക് സദഖ ചെയ്യുന്നുവോ? അത് കൊടുത്തത് ഞാനല്ലോ. അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പണം നമ്മുടെ കയ്യിൽ തന്നതെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു